എൻ്റെ പേര് ബെനീറ്റ ഷാജി. ഞാൻ വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ സഭ വിശ്വാസിയാണ്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു റൂംമേറ്റ് വഴിയാണ്. പക്ഷേ അന്നൊന്നും ഇത്ര ആഴത്തിൽ എനിക്ക് കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിക്കൊക്കെ കയറിയ സമയത്ത് ഇവിടെ കൃപാസനത്തിലെ യൂട്യൂബ് ചാനലിലെ സാക്ഷ്യം കാണുകയും അതുവഴി കൃപാസനത്തിനെ പറ്റി കുറേ അറിയും. പിന്നെ എനിക്കറിയാവുന്ന കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അങ്ങനെ കൃപാസന മാതാവിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് OET എഴുതേണ്ട ആ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. അപ്പോൾ OET എഴുതാൻ ഞാൻ ആദ്യം പഠിച്ചിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് OET പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ടായിരുന്നു, കൃപാസനത്തിൽ വരണം, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ പലപ്പോഴും കൃപാസനത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആരുമില്ല. അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഞാൻ മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് OETക്ക് നല്ലൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ജനുവരി 28 ഒരു എക്സാം ഡേറ്റ് ഉണ്ടായിരുന്നു, അന്ന് എടുക്കാനായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഫെബ്രുവരി 25 ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നും അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഫെബ്രുവരി 11 എന്നുള്ളൊരു ഡേറ്റ് വന്നു. അപ്പോൾ ആ ഡേറ്റ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, അന്ന് ലൂർദ് മാതാവിൻ്റെ പെരുന്നാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റാണ്. അപ്പം ഞാൻ അന്ന് തന്നെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു, എക്സാം ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ജനുവരി 31, 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ ഫ്രണ്ടിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അവിടെ നറുക്കിട്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും എനിക്കും കൂടെ കിട്ടുമോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ആണുങ്ങളുടെ സൈഡിൽ ഒരു സിസ്റ്റർ കൊണ്ട് 2 നറുക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ആ സിസ്റ്റർ എടുത്തു പറഞ്ഞു, OET അല്ലെങ്കിൽ IELTS എഴുതുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വേഗം കൈപൊക്കി. അപ്പോൾ എനിക്ക് ചന്ദനത്തിരി പിടിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ മാതാവിൻ്റെ കൂടെ ഒന്നിച്ച് മാതാവിനോട് ചേർന്ന് നടന്ന് ഈ അൾത്താരയിലോട്ട് വരാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് വന്ന് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് പോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു മെറിറ്റും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. മോക്ക് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 42-ൽ 13 മാർക്ക് വരെ കിട്ടിയ ആളാണ് ഞാൻ. എനിക്ക് എല്ലാ മൊഡ്യൂളും പാസ്സാവുന്ന തന്നെ എന്നെക്കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു. അപ്പം മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവും ഈശോയും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വലത്തും ഇടത്തും ഇരുന്ന് എനിക്ക് വേണ്ടി എക്സാം എഴുതണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ അന്ന് ഫെബ്രുവരി 11 ഞാൻ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാമിനൊക്കെ പോയി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞാൻ ഭയങ്കര വിറച്ചാണ് പോയത്. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കൊന്തിയൊക്കെ ചൊല്ലിയാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടികളുടെ ഒക്കെ കളറ് ഇവിടുത്തെ മാതാവിൻ്റെ സിൽവർ കളറ് ഉള്ള വണ്ടികൾ മാത്രമേ ഞങ്ങളുടെ വണ്ടീൻ്റെ മുന്നിൽ കൂടെ പോകണുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ കൊന്തയൊക്കെ ചൊല്ലി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ എക്സാം സെൻറ്ററിലൊക്കെ എത്തി. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിറച്ചാണ് എക്സാം തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആയിരുന്നു. അപ്പം ലിസണിങ്ങിൻ്റെ സമയത്ത് ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ കേട്ടത് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ എക്സാം ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശുരൂപം ആ ബുക്ക്ലെറ്റിൻ്റെ മേലെ വെച്ച് വിശ്വാസ പ്രമാണവും സർവശക്തിയുള്ള പിതാവിൽ നന്മ നിറഞ്ഞ മറിയുമേയും ചൊല്ലിയിട്ട് ഞാൻ ആ ബുക്ക്ലെറ്റ് തുറക്കുള്ളായിരുന്നു. പിന്നെ ഓരോ പേജിൻ്റെ മേലെ ഞാൻ കുരിശ് വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞു. B&C പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ
ആരും എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്ന എ ആണെങ്കിൽ എ ബബിൾ ചെയ്യണം, ബി ആണെങ്കിൽ ബി ബബിൾ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോഴും എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ബബിൾ ചെയ്ത് വെച്ചത്. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു, റീഡിങ് എത്തിയപ്പോൾ റീഡിങ്ങിൻ്റെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ എ പാർട്ടിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 ക്വസ്റ്റ്യൻ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഒരിക്കലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ആ 20 ക്വസ്റ്റ്യൻ ഞാൻ 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ എക്സാമിൻ്റെ അന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ട് ആ 15 ക്വസ്റ്റ്യൻ ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് തീർത്തു. അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്നിട്ട് ബാക്കി 5 മിനിറ്റ് ഞാൻ ആ എഴുതിയ ആൻസറൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ആ റീഡിങ്ങിൻ്റെ എ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെയാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റീഡിങ്ങിന് പാസ്സാവില്ല. അങ്ങനെ ആ റീഡിങ്ങിൻ്റെ എ പാർട്ടിൽ എൻ്റെ മാതാവ് എന്നെ സമയം എനിക്ക് ക്രമീകരിച്ച് തന്ന് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ റീഡിങ്ങിൻ്റെ ബി ആൻഡ് സി പാർട്ട് വന്നപ്പോൾ വലിയ വലിയ പാരഗ്രാഫുകളാണ്. പക്ഷെ ഞാൻ വായിച്ചിട്ടൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. ഞാൻ എന്താ വായിക്കുന്നത്, എന്താ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നിട്ട് പക്ഷേ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പം എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ആരോ ആൻസർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നീ എ ബബിൾ ചെയ്യ് അല്ലെങ്കിൽ ബി ബബിൾ ചെയ്യ്, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. ആ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓരോ ആൻസറും ബബിൾ ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ വന്നത് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ കേസ് നോട്ട് അത്യാവശ്യം വലിയ കേസ് നോട്ടായിരുന്നു. അതും എനിക്ക് കേസ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ എഴുതണ്ടേ, ആ ലെറ്ററിൽ ഇതിൻ്റെ ഡയഗ്നോസിസ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു ലെറ്ററിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസാണ്. പക്ഷേ ഞാൻ ലെറ്റർ എഴുതി പുറത്തിറങ്ങി ഓരോ പിള്ളേരിങ്ങനെ പറയുന്നത് കേട്ടു അതിൻ്റെ പർപ്പസിനെ പറ്റി. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എഴുതിയ പർപ്പസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇവരൊന്നും പറയുന്ന പോലെ അല്ല ഞാൻ എഴുതി വെച്ചേക്കുന്നേ, മാതാവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചാലേ ഞാനിവിടെ ജയിക്കുകയുള്ളൂ. എൻ്റെ ഈ ആൻസർ ബുക്ക്ലെറ്റ് മാതാവ് തന്നെ പോയി നോക്കണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ റൈറ്റിങ്ങിന് നടന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 40 മിനിറ്റ്സാണ് റൈറ്റിംഗ് എഴുതാനുള്ള ടൈം. പക്ഷേ എനിക്ക് കേസ് നോട്ട് ഒന്നും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതും വായിക്കും അങ്ങനെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ ടൈമർ നോക്കുമ്പോൾ ബാക്കി 19 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 19 മിനിറ്റിൽ പെട്ടെന്ന് എനിക്ക് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല എന്തായാലും 19 മിനിറ്റിൽ. കാരണം ഞങ്ങൾ 40 മിനിറ്റ് കിട്ടിയാൽ പോലും ചില സമയത്ത് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല. അപ്പോൾ വെറും ആ 19 മിനിറ്റിൽ ഞാൻ എങ്ങനെ ആ ലെറ്റർ തീർക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വന്നിട്ട് എൻ്റെ കൺമുന്നിൽ കണ്ട കുറേ സെൻറ്റൻസുകൾ, കുറേ വാക്കുകൾ ഞാൻ സെൻറ്റൻസ് ആക്കി എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അവസാന മിനിറ്റിൽ ആ 19 മിനിറ്റിൽ മാതാവ് എന്തൊക്കെ എന്നെ കാണിച്ചു തന്നു അത് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് മാതാവ് തന്നെ ഇതിലൊരു അത്ഭുതം പ്രവർത്തിച്ച് എന്നെ പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് മൊഡ്യൂൾ സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ കുറേ പേര് സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ട്. സ്പീക്കിങ്ങിൻ്റെ സമയത്ത് മരിയ അല്ലെങ്കിൽ മേരി എന്നൊരു പേര് ഇൻ്റർലോക്യൂട്ടർ എപ്പോഴും പറയുന്നത് മാതാവ് കൂടെയുള്ളപ്പോൾ. അപ്പോൾ എനിക്കും അതുപോലെ ഞാൻ ഇൻ്റർലോക്യൂട്ടറിനോട് പേര് ചോദിച്ചപ്പോൾ 2 റോൾ പ്ലേ ഉണ്ടായിരുന്നു. 2 റോൾ പ്ലേയിൽ എനിക്ക് ഇൻ്റർലോക്യൂട്ടർ പേര് പറഞ്ഞത് മേരി എന്നായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നെനിക്ക് ഉറപ്പായി. അപ്പോൾ പിന്നെ ആ ഇൻ്റർലോക്യൂട്ടർ ഭയങ്കര കംഫർട്ടബിൾ. ഞാൻ ഒത്തിരി പേരുടെ കാര്യം കേട്ടിട്ടുണ്ട്, ഇൻ്റർലോക്യൂട്ടർ ഭയങ്കര ഇതായിരിക്കും, അപ്പം നമുക്ക് മര്യാദയ്ക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയ ഇൻ്റർലോക്യൂട്ടർ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് തന്നെ എൻ്റെ കൂടെ വന്നിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എൻ്റെ അന്ന് എല്ലാ മൊഡ്യൂളും കഴിഞ്ഞു, ഞാൻ ഇറങ്ങി. അപ്പോൾ ഞാൻ കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് തൈലം തേച്ച് തേനൊക്കെ കഴിച്ച് ഇതിൻ്റെ ആദ്യത്തെ അവസാനത്തെ എക്സാം ആയിരിക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞിറങ്ങി. ഇതിന് മുന്നേ കുറേ തവണ എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അങ്ങനെ ടെൻഷനൊക്കെ പിടിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്ത ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ നടന്നു പോണ വഴിക്കൊക്കെ ഇങ്ങനെ കൊന്ത ഇങ്ങനെ പിടിച്ച് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എക്സാമിനെ പറ്റി ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് തിരിച്ച് റൂമിലോട്ട് പോവുക. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു വാസന കിട്ടി, സുഗന്ധം, നല്ലൊരു മണം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നടന്നു പോകുന്ന ആ വഴിയിൽ
ഹിന്ദുക്കളുടെ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ ആരെങ്കിലും ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ചതായിരിക്കും എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അങ്ങോട്ടേക്ക്, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അതെൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്, എനിക്ക് ധൈര്യം തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വേറൊരു ദിവസം ഞാൻ ബാംഗ്ലൂരായിരുന്നു ഇത് പഠിച്ച് എക്സാം എഴുതാൻ നിന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ വഴിയിലൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ പോവുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ അവിടെ ഞാൻ ആ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന കടയിലോട്ട് കയറുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തൊരു ചേച്ചിയും കൊച്ചും നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ തലയിൽ നിന്ന് വല്ല ആയിരിക്കും വിചാരിച്ചു. ഞാൻ നോക്കുമ്പോൾ അവിടെ അവരുടെ തലയിൽ മുല്ലപ്പൂവിൻ്റെ ഇതൊന്നുമില്ല. പിന്നെ അവിടെ വേറെ എവിടെയും മുല്ലപ്പൂവില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോഴും എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നതാണ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ കഴിവ് കൊണ്ട് ഞാനിത് പാസ്സാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ എഴുതിയ ഇതിനാണെങ്കിൽ ഞാൻ ജയിക്കാനുള്ള ഒരു ഇതും ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു മാതാവ് ചെന്ന് എനിക്ക് വേണ്ടി മാർക്ക് ഇട്ടാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുമായിരുന്നു നിന്നെ ഞാൻ പാസ്സാക്കും എന്ന് ആരോ എൻ്റെ ഉള്ളിലിരുന്ന് നന്നായിട്ട് പറയുമായിരുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എന്നോട് പലരും ഞാൻ പാടാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നീ അടുത്ത എക്സാം എഴുതാൻ നീ പൈസ ഉണ്ടാക്കിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടോ എൻ്റെ മാതാവ് എന്നെ ജയിപ്പിക്കും, അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത് ശരിക്കും മാർച്ച് 2-ാം തീയതി ആയിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് കൃപാസനത്തിൽ ധ്യാനം നടക്കുന്ന ദിവസം തന്നെ ആ ചൊവ്വാഴ്ച തന്നെ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ റിസൾട്ട് തരണത്. അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഫെബ്രുവരി 28-ാം തീയതി 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ റിസൾട്ട് വന്നു. എന്നാൽ ഞാൻ റിസൾട്ട് തുറന്നു നോക്കിയില്ല. അടുത്തുള്ളൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ധ്യാനം കൂടി ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി 2:30 ആയപ്പോഴാണ് ഞാൻ എൻ്റെ റിസൾട്ട് തുറന്നു നോക്കിയത്. റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ച് തന്നെ എനിക്ക് തന്ന മാർക്കാണ്. എൻ്റെ മാതാവിനെ അയർലൻഡ് സ്കോർ തന്നെ എന്നെ അനുഗ്രഹിച്ച് എന്നെ പാസ്സാക്കി. ഞാൻ സത്യമായിട്ടും പറയുകയാണ് എനിക്ക് പാസ്സാവാനുള്ള ഒരു കഴിവുമില്ല, എൻ്റെ മാതാവ് എന്നെ പാസ്സാക്കിയതാണ്. അതുപോലെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ റൈറ്റിങ്ങിൻ്റെ കാര്യം ഓർത്തിട്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് മൊഡ്യൂളിന് തന്നെ എൻ്റെ മാതാവ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ എന്നെ പാസ്സാക്കി. എനിക്ക് OET പാസ്സായത് എൻ്റെ മാതാവിൻ്റെ ഒറ്റ മാതാവിൻ്റെ ഈശോൻ്റെ കൃപയാൽ മാത്രമാണ് ഞാൻ OET പാസ്സായത്. അതുപോലെ വേറൊരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുടെ എക്സാം ആയിരുന്നു കഴിഞ്ഞ മാസം ഫെബ്രുവരി 22-ാം തീയതി. അപ്പോൾ 21-ാം തീയതി വൈകുന്നേരമാണ് അവർക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇവളുടെ ഫീസ് അവളെ ചേർത്ത ഏജൻറ്റ് വഴിയാണ് ഞങ്ങൾ അടയ്ക്കാൻ കൊടുത്തത്. അപ്പോൾ അങ്ങനെ അടയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഇവൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫീസ് അടച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നു എന്നും പറഞ്ഞ് അവൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ വേഗം മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവ് ഇതിൽ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് അവൾക്ക് ഹോൾ ടിക്കറ്റ് കൊടുക്കണം. കാരണം അവൾക്ക് എക്സാം അവൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക, കരയുക, അവൾക്ക് മര്യാദയ്ക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. മാതാവ് എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കണം, ഞാനിത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു പ്രൂഫ് കിട്ടി അയാൾ ഫീസ് അടച്ചതിൻ്റെ. അത്രയും നേരം എന്ന് പറഞ്ഞാൽ അയാൾ പറയും അയാൾ ഫീസ് അടച്ചു, കോളേജുകാർ പറയുന്നു അയാൾ ഫീസ് അടച്ചിട്ടില്ല, അങ്ങനെ ഇതിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രൂഫ് ഞാൻ വേഗം അവൾക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് കോളേജുകാരെ കാണിക്കുക, അവർ നിനക്ക് ഹോൾ ടിക്കറ്റ് തരുമെന്ന്. എൻ്റെ മാതാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ പ്രശ്നം മനസ്സിലായത് കോളേജുകാരെന്തോ വെരിഫൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ എൻ്റെ അനിയത്തി ഹോൾ ടിക്കറ്റ് കിട്ടി. അവിടെ ഹോൾ ടിക്കറ്റ് കിട്ടാത്ത വേറെയും പിള്ളേരുണ്ടായിരുന്നു. പിന്നെ വേറൊരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്ക് തന്നതെന്ന് വെച്ചാൽ എനിക്ക് പനിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ വരും, ജലദോഷമൊക്കെ പോലെ വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഉടമ്പടി എടുത്ത ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി മാതാവിൻ്റെ തൈലം എടുത്തു, തൈലം തേച്ചു, ഉപ്പ് എടുത്ത് കഴിച്ചു, തേനും കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എണീക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. അതും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അസുഖം മാറ്റി തന്നാണ്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തിയാണ്.
പിന്നെ എനിക്ക് ക്ഷമിക്കാനൊക്കെ ഇച്ചിരി കഴിവ് കുറവായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എൻ്റെ മാതാവ് എനിക്ക് ആ ഒരു കൃപയൊക്കെ തന്നു. എനിക്കിപ്പോൾ ദേഷ്യം വരുന്നത് പൊതുവേ കുറവാണ്. ഇനിയിപ്പോൾ ദേഷ്യം വന്നാൽ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ ഇരുന്ന് പറയും, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്തത് തെറ്റായിപ്പോയി, അവരോട് സോറി പറയണം എന്നൊരു ബോധ്യം എനിക്ക് കൊണ്ടുതരും. അതുപോലെ തന്നെയാണ് ക്ഷമിക്കാനും. ഞാൻ ഒത്തിരി നാളായിട്ട് എൻ്റെ മനസ്സിൽ ഒരാളോട് ഞാൻ ഇങ്ങനെ വെറുപ്പ് പോലെ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവ് ഇടപെട്ട് അതെനിക്ക് ക്ഷമിക്കാനും ആ ആളുമായിട്ട് ഇപ്പം നല്ല ഇതിൽ പോകാനും ഉള്ളൊരു കൃപ എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവും എൻ്റെ ഈശോയും എനിക്ക് തന്നു. അതിന് 1000 നന്ദി ഞാൻ പറയുന്നു.